സൗഹൃദത്തിന്റെ തേൻ പുരട്ടിയ വാക്കുകളുമായി വന്ന് പാകിസ്ഥാന്റെ കഴുത്തിന് ചുറ്റും സാമ്പത്തികമായ ഒരു കുരുക്ക് ചൈന മുറുക്കുകയാണോ? ലോകം കണ്ട ഏറ്റവും വലിയ വികസന പദ്ധതി എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട സിപെക് ഇന്ന് പാകിസ്ഥാന്റെ അന്തകനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സഹായിക്കാൻ എന്ന വ്യാജേന അടുത്തുകൂടി ഒടുവിൽ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ചൈന നൽകിയ ആ എട്ടിന്റെ പണി എന്താണ്? വികസന കുതിപ്പിന് പകരം രാജ്യം എങ്ങനെയാണ് ഒരു വലിയ കടക്കണിയിൽ ശ്വാസം മുട്ടി മരിക്കുന്നത്? പാകിസ്ഥാന്റെ മണ്ണിൽ ചൈന നടത്തുന്ന ഈ വമ്പൻ സാമ്പത്തിക ചതിയുടെ കാണാപ്പുറങ്ങൾ തിരയുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. ഇതിന്റെ പിന്നിലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അറിയാൻ വീഡിയോ പൂർണ്ണമായും കാണുക. ഒപ്പം ചൈനയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും, നിങ്ങൾ ചൈനയെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ, എന്താണ് നിങ്ങൾക്ക് കാരണം പറയാനുള്ളത് എന്ന് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായാണ് 2015 ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ വിഭാവനം ചെയ്തത്, അതായത് സിപെക്. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കുമെന്നും വൻതോതിലുള്ള തൊഴിലവസരങ്ങളും GDP വളർച്ചയും നൽകുമെന്നും കരുതിയ ഈ പദ്ധതി ഇന്ന് പാകിസ്ഥാനെ ഒരു വലിയ സാമ്പത്തിക കണിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ പദ്ധതി എങ്ങനെയാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കുന്നത് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് അതിന്റെ സാമ്പത്തിക ഘടനയാണ്. അതായത് ഏകദേശം $62 ബില്യൺ നിക്ഷേപം എന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിലും ഇതിൽ ഭൂരിഭാഗവും ഉയർന്ന പലിശ നിരക്കുള്ള വാണിജ്യ വായ്പകളാണ്. സാധാരണഗതിയിൽ ലോകബാങ്കോ IMFO നൽകുന്ന വായ്പകളേക്കാൾ കടുത്ത നിബന്ധനകളാണ് ചൈനീസ് വായ്പകൾക്കുള്ളത് എന്ന കാര്യം കൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് സാധാരണ നമുക്കൊരു വായ്പ കിട്ടും പോലെയല്ല ചൈനീസ് വായ്പ. ഇത് പാകിസ്ഥാന്റെ വിദേശ കടം താങ്ങാനാവാത്ത നിലയിലേക്കാണ് എത്തിച്ചത്. നിലവിൽ പാകിസ്ഥാന്റെ വിദേശ കടത്തിന്റെ വലിയൊരു ഭാഗം ചൈനയ്ക്ക് നൽകാനുള്ളതാണ്. ഈ വായ്പകൾ തിരിച്ചടയ്ക്കാൻ വീണ്ടും വായ്പ എടുക്കേണ്ടി വരുന്ന ഡെപ്റ്റ് ട്രോപ്പ്, അതായത് കടക്കണിയുടെ അവസ്ഥയിലേക്കാണ് രാജ്യത്തെ ഇപ്പോൾ ചൈന കൊണ്ടിട്ടിരിക്കുന്നത്. പദ്ധതികളുടെ സുതാര്യമില്ലായ്മയും അഴിമതിയും മറ്റൊരു തിരിച്ചടിയായി. സിപെക് പ്രകാരം നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും ചൈനീസ് കമ്പനികളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളും അതുപോലെ സാങ്കേതിക വിദഗ്ധരും ചൈനയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഇത് പാകിസ്ഥാനിലെ പ്രാദേശിക വ്യവസായങ്ങൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾക്കോ വലിയ ഗുണം ചെയ്തതുമില്ല. അതായത് എല്ലാവരും ചൈനക്കാരാണല്ലോ, ചൈന ഇവിടെ വന്ന് പണിയെടുക്കുന്നു എന്ന് മാത്രം. കൂടാതെ ചൈനീസ് കമ്പനികൾക്ക് നൽകുന്ന നികുതി ഇളവുകളും ലാഭവിഹിതം ചൈനയിലേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള അനുമതിയും പാകിസ്ഥാന്റെ ആഭ്യന്തര വരുമാനത്തെ ചോർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഊർജ്ജ മേഖലയിലെ കരാറുകളും പാകിസ്ഥാന് വൻ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ചൈനീസ് കമ്പനികൾ നിർമ്മിച്ച പവർ പ്ലാന്റുകളിൽ നിന്ന് വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് കപ്പാസിറ്റി പേയ്മെന്റ് എന്ന പേരിൽ വലിയൊരു തുക നൽകേണ്ടതുണ്ട്. ഇത് പാകിസ്ഥാനിലെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനും സർക്കാരിന്റെ സാമ്പത്തിക ഭാരം കൂട്ടാനും കാരണമായി. കൂടാതെ ബലൂചിസ്ഥാൻ പോലുള്ള മേഖലകളിൽ ചൈനയുടെ ഇടപെടലിനെതിരെ പ്രാദേശികമായ പ്രതിഷേധങ്ങളും ശക്തമാണ്. ഗ്വാദർ തുറമുഖം പോലുള്ള പദ്ധതികൾ വികസിപ്പിച്ചുവെങ്കിലും അതിന്റെ വരുമാനത്തിന്റെ സിംഹഭാഗവും ചൈനയിലേക്ക് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നതിലുപരി ചൈനയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് സിപെക് കൂടുതൽ സഹായിച്ചത്. അത് പാകിസ്ഥാന് കൃത്യമായിട്ട് മനസ്സിലായില്ല എന്ന് മാത്രം. കൃത്യമായ സാമ്പത്തിക ആസൂത്രണം ഇല്ലാതെ സ്വീകരിച്ച ഈ വായ്പകളും പദ്ധതികളും പാകിസ്ഥാനെ ചൈനയുടെ ഒരു സാമ്പത്തിക ഉപഗ്രഹ രാജ്യമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഈ കടം ബാധ്യത പാകിസ്ഥാന്റെ പരമാധികാരത്തെ പോലും ബാധിച്ചേക്കാമെന്ന ആശങ്കയും ശക്തമാണ്. ഇതിന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 2013 ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പ്രഖ്യാപിക്കുമ്പോൾ അത് ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടം മാറ്റി വരയ്ക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് 2015 തുടക്കം കുറിച്ച സിപെക് പാകിസ്ഥാന്റെ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിട്ട് തന്നെയാണ് ആഘോഷിക്കപ്പെട്ടത്. എന്നാൽ ഒരു പതിറ്റാണ്ട് പിന്നിട്ടപ്പോൾ, അതായത് ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഗെയിം ചേഞ്ചർ പദ്ധതി പാകിസ്ഥാനെ ഒരു തീരാ കടക്കണിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞു അല്ലെ. 2015 പദ്ധതിയുടെ തുടക്കത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം, തൊഴിലവസരങ്ങൾ, GDP വളർച്ച എന്നിവയായിരുന്നു അവർ വാഗ്ദാനം ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ ചൈന നൈസായിട്ട് പറ്റിച്ചു. രണ്ടാം ഘട്ടം സാമൂഹിക കാർഷിക മേഖലകളിലേക്ക് വ്യാപിച്ചുവെങ്കിലും 2019 ആയപ്പോഴേക്കും പദ്ധതിയുടെ പോരായ്മകൾ മറനീക്കി പുറത്തു വന്നു. 2021 ബ്ലൂംബർഗ് റിപ്പോർട്ട് പ്രകാരം സൂചിപ്പിക്കുന്നത് പോലെ പകുതിയിലധികം പദ്ധതികളും പാതി വഴിയിൽ തടസ്സപ്പെടുകയോ മന്ദഗതിയിലാവുകയോ ചെയ്തിട്ടുണ്ട്. ചൈനയിൽ നിന്നുള്ള വായ്പകൾ ലോകബാങ്ക് പോലുള്ള രാജ്യാന്തര ഏജൻസികളെക്കാൾ ഉയർന്ന പലിശയിലാണെന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു. ചൈനയിൽ നിന്നുള്ള വായ്പകളും വലിയ പ്രതിസന്ധി പാകിസ്ഥാൻ ഉണ്ടായിക്കൊടുത്തു. 2022 ഉണ്ടായ കനത്ത പ്രളയം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് $30 ബില്യൺ ആഘാതം ഉണ്ടാക്കിയപ്പോൾ ഈ വായ്പാ ഭാരം താങ്ങാനാവാത്ത അവസ്ഥയിലായി കാര്യങ്ങൾ. ചൈനീസ് ഫണ്ടിങ്ങിൽ വന്ന കുറവും പദ്ധതികൾ സ്തംഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിക്ക് പുറമെ പാകിസ്ഥാനിലെ ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളും പെക്കിനെ ബാധിച്ച വിഷയമാണ്. ബലൂചിസ്ഥാൻ പോലുള്ള മേഖലകളിൽ ചൈനീസ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ പദ്ധതികൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ചൈനയെ നിക്ഷേപങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്.
ഗ്വാദാർ തുറമുഖം പോലുള്ള വൻകിട പദ്ധതികൾ വിഭാവനം ചെയ്ത രീതിയിൽ ലാഭകരമല്ലാത്തതും പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയുടെ ആക്കം കൂട്ടിയ ഒരു ഘടകമാണ്. കൃത്യമായ സുതാര്യതയില്ലാത്ത കരാറുകളും ഉയർന്ന പലിശയുള്ള കടമെടുപ്പും പാകിസ്ഥാന്റെ സാമ്പത്തിക പരമാധികാരത്തെ അപകടത്തിലാക്കിയിരിക്കുകയാണ് എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചുവെങ്കിലും അവ ഉൽപാദനക്ഷമമായ വരുമാനമായി മാറാത്തത് പാകിസ്ഥാനെ ചൈനയുടെ ഒരു സാമ്പത്തിക കോളനിയാക്കി മാറ്റുന്നു എന്ന വിമർശനവും ഇന്ന് ഏറെ ശക്തമാണ്. വികസനത്തിന്റെ പേരിൽ ചൈന നടത്തുന്ന ഈ ഇടപെടലുകൾ പാകിസ്ഥാന്റെ സാമ്പത്തിക അടിത്തറയെ ആഴത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി 2015 വലിയ പ്രതീക്ഷകളോടെ ആരംഭിച്ച ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഇന്ന് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുന്ന ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലേ. വികസനത്തിന്റെയും തൊഴിലവസരങ്ങളുടെയും പുതിയ യുഗം വാഗ്ദാനം ചെയ്ത ഈ പദ്ധതി പാകിസ്ഥാനെ താങ്ങാനാവാത്ത കടക്കെണിയിലാക്കുകയും ആഭ്യന്തര അസ്ഥിരതയിലേക്കുമാണ് നയിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ 10 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രാരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആവേശം 2019 മന്ദഗതിയിലാവുകയും 2021 ബ്ലൂംബർഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പോലെ ഭൂരിഭാഗം നിർമ്മാണ പ്രവർത്തനങ്ങളും പാതി വഴിയിൽ നിലയ്ക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ GDP വളർച്ചാ നിരക്ക് 2% തളച്ചിടപ്പെടുകയാണ്. കുതിച്ചുവരുന്ന ഭക്ഷ്യ ഇന്ധന വിലകളും രൂപയുടെ മൂല്യത്തകർച്ചയും സൃഷ്ടിച്ച പണപ്പെരുപ്പം സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കി. സൃഷ്ടിച്ചതോടെ രാജ്യം പൂർണ്ണമായും വിദേശ വായ്പകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലായി. എന്നാൽ പാകിസ്ഥാന്റെ സാമ്പത്തിക വിശ്വാസ്യത തകർന്നതോടെ പുതിയ ഫണ്ടുകൾ നൽകുന്നതിൽ ചൈന വലിയ വിമുഖതയാണ് കാണിച്ചിട്ടുള്ളത്. കറാച്ചി പെഷവാർ റെയിൽവേ പദ്ധതിയായ ML1 ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. തുടക്കത്തിൽ $6.8 ബില്യൺ ചെലവ് പ്രതീക്ഷിച്ച ഈ പദ്ധതി ഇന്ന് $12 ബില്യൺ ഉയർന്നതോടെ ചൈന പിന്മാറുകയും പാകിസ്ഥാൻ ഇത് സ്വന്തമായി ഫണ്ട് ചെയ്യേണ്ടി വരികയും ചെയ്യുകയാണ്. സുരക്ഷാപരമായ വെല്ലുവിളികൾ ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട് എന്നതുകൂടി പറയേണ്ടിയിരിക്കുന്നു. ബലൂചിസ്ഥാനിലെ വിഘടനവാദികൾ സിപ്പക് പദ്ധതികളെ തങ്ങളുടെ വിഭവങ്ങൾ കൊള്ളയടിക്കാനുള്ള മാർഗമായിട്ടാണ് നോക്കിക്കാണുന്നത്. ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ തുടർച്ചയായി ഉണ്ടായ ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകളും വീഴ്ത്തി. ഭൗമരാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ പാക് അധീന കശ്മീരിലൂടെ കടന്നുപോകുന്ന ഈ പദ്ധതിക്കെതിരെ ഇന്ത്യ ഉയർത്തുന്ന പരമാധികാര തർക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പദ്ധതിയുടെ പ്രതിച്ഛായ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നത് കൃത്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. മൂന്നാം കക്ഷികളിൽ നിന്ന് നിക്ഷേപം ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതും പാകിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരതയും പദ്ധതിയുടെ പതനത്തിന് ആക്കവും കൂട്ടി. ചുരുക്കി പറഞ്ഞാൽ ചൈനയിൽ നിന്നുള്ള ഉയർന്ന പലിശ നിരക്കുള്ള വായ്പകളും ഉൽപാദനക്ഷമമില്ലാത്ത അടിസ്ഥാന സൗകര്യ വികസനവും പാകിസ്ഥാനെ ഒരു സാമ്പത്തിക കോളനിയാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ചൈനയുടെ ഒരു സാമ്പത്തിക കോളനിയായിട്ട് പാകിസ്ഥാൻ മാറി. വികസനത്തിന് പകരം കടബാധ്യതകൾ മാത്രം ബാക്കിയാകുന്ന ഈ സാഹചര്യം പാകിസ്ഥാന്റെ പരമാധികാരത്തെ തന്നെ അപകടത്തിലാക്കുമെന്ന ഒന്നായിട്ടാണ് ഇപ്പോൾ രൂപാന്തരം പ്രാപിക്കുന്നത്. ചൈനയെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ചൈന ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ ഇനി പാകിസ്ഥാന് കഴിയില്ല. വലിയ കടബാധ്യതയാണ് ചൈന ഇപ്പോൾ പാകിസ്ഥാന്റെ തലയിൽ കൊണ്ടിട്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് മോചനമുണ്ടോ എന്നത് നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. വരും നാളുകളിൽ മാത്രമാണ് പാകിസ്ഥാൻ ഇതിനെ എങ്ങനെ മറികടക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. എന്താണ് ചൈന ഇങ്ങനെ പാകിസ്ഥാനോട് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? പാകിസ്ഥാനോട് ഇത്രയും വലിയൊരു ക്രൂരത ചൈന ചെയ്യേണ്ടിയിരുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക.